വിശാൽ സന്താനമൊക്കെ അഭിനയിച്ച മദഗജരാജ സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ സിനിമ 2013 തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കാരണം ഈ സിനിമയെ അന്ന് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഇപ്പൊ ഏകദേശം 12-13 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് ഇപ്പോ ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ എനിക്കൊട്ടും എക്സ്പെക്ടേഷൻസ് ഇല്ലായിരുന്നു. കാരണം ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പേ എടുത്ത സിനിമ ഇപ്പോ റിലീസ് ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് എന്തായാലും ഇതൊന്നും വർക്ക്ഔട്ട് ആവില്ല എന്നാ ഞാൻ വിചാരിച്ചത്. ബട്ട് കണ്ടപ്പോ നല്ല ഫൺ ആയിരുന്നു ഈ സിനിമ. ചെറിയ ചെറിയ ലാഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സിനിമ മൊത്തത്തിൽ നല്ല രസമായിരുന്നു. ഫാമിലി ആയിട്ട് വരുന്നതിനേക്കാളും ഫ്രണ്ട്സുമായിട്ട് വന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാവുന്ന സിനിമയാട്ടോ ഇത്. ഈ സിനിമയിൽ അഭിനയിച്ച കുറെ പേര് ഇന്ന് ജീവിച്ചിരിപ്പില്ല. ലൈക് മണിവണ്ണൻ, മനോബാല, നെല്ലൈ ശിവ, ചിട്ടി ബാബു, അങ്ങനെ കുറെ പേര്. ഈ സിനിമ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആണ് കിട്ടിയത്. കാരണം ഈ സിനിമ 12 വർഷങ്ങൾക്ക് മുന്നേ വിശാൽ ഇരുന്നത്, പിന്നെ സന്താനം കോമഡി ആക്ടർ, പിന്നെ വിജയ് ആന്റണി മ്യൂസിക്. ഇന്ന് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇവരൊക്കെ. വിശാൽ പോളിറ്റിക്സിൽ വന്നു, സന്താനം ആൻഡ് വിജയ് ആന്റണി ഒക്കെ ഹീറോ ആണ് ഇപ്പോ. ഈ സിനിമ കണ്ടിട്ട് കുറെ പേര് പറഞ്ഞത് സന്താനമൊക്കെ കോമഡിനായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, എന്നാ അടിപൊളി കോമഡീസ് എല്ലാം എന്നൊക്കെയായിരുന്നു. കാരണം അത്ര അടിപൊളിയായിരുന്നു സന്താനത്തിന്റെ കോമഡി, ഡയലോഗ് ഡെലിവറി എല്ലാം സൂപ്പർ ആയിരുന്നു. ഈ സിനിമയുടെ ഹീറോ വിശാലാന്ന് പറയുന്നതിന് പകരം സന്താനമാണ് എന്ന് തന്നെ വേണം പറയാം. അത്രയും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു സന്താനം ഈ സിനിമയിൽ കുറവുകളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് പണ്ട് വിക്രം അഭിനയിച്ച ധൂൾ എന്ന സിനിമയില്ലേ, അതേപോലെ ഇരിക്കുവാണ്. സെക്കൻഡ് ഹാഫിലാണ് വില്ലൻ വരുന്നത്. സോനു സൂഡാണ് വില്ലൻ. ആ ക്യാരക്ടർ എക്സാക്ട്ലി ധൂൾ സിനിമയില് സായിജി ഷിൻഡെ ചെയ്ത അതേ ക്യാരക്ടർ അതേപോലെ ഇരിക്കുവായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ എടുത്ത് ഏകദേശം 12 വർഷങ്ങളായി. ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ട് സ്റ്റോറിയിലും സ്ക്രീൻ പ്ലേയിലൊക്കെ. ബട്ട് എന്നാലും നമുക്ക് അങ്ങനെ വലുതായിട്ട് ബോർ അടിച്ചില്ല എന്നതാണ് സത്യം. 12 വർഷങ്ങൾക്ക് മുന്നേ എടുത്ത സിനിമ ഇന്ന് കാണുമ്പോൾ നമുക്ക് ബോർ അടിച്ചില്ല എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. സോ ബേസിക്കലി സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സൂപ്പർ സിനിമയാണ്, അടിപൊളി സിനിമയാണ് എന്നൊന്നും ഇല്ല കേട്ടോ. വലിയ ലോജിക് ഒന്നും നോക്കാതെ, സ്റ്റോറിയും കാര്യങ്ങളൊന്നും നോക്കാതെ ജോളി ആയിട്ട് പോയി കാണാവുന്ന, വെറും കോമഡിനെ മാത്രം വിശ്വസിച്ച് എടുത്തിരിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് മൂവിയാണ് മദഗജരാജ.